ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഘ്പരിവാർ പ്രതിരോധം എന്ന് പറയുന്ന സംഗതി എടുക്കുന്നത് മമതാ ബാനർജിയാണ്. എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്ന പോലെ സംഘ്പരിവാർ എന്ന് പറയുന്നത് അവർ ഏറ്റവും ഡേർട്ടി പൊളിറ്റിക്സാണ് കളിക്കുന്നത്. ആ ഡേർട്ടി പൊളിറ്റിക്സിനോട് നമുക്ക് രാജ്ഭവൻ ഉപരോധം നടത്തി പ്രതിരോധിക്കാം എന്ന് വെച്ചാൽ നടക്കില്ല. രാജ്ഭവൻ ഉപരോധം അല്ല വേണ്ടത്, ഏകദിന ധർണയല്ല വേണ്ടത്, ഡൽഹിയിൽ പോയി മന്ത്രിമാരുമായി ചർച്ച നടത്തുകയല്ല വേണ്ടത്. അവർ കളിക്കുന്ന ഡേർട്ടി പൊളിറ്റിക്സ് ആണെങ്കിൽ അതേ നാണയത്തിൽ പ്രതികരിച്ചുകൊണ്ടല്ലാതെ പിടിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അപൂർവം മുഖ്യമന്ത്രിമാരിൽ ഒരാളാണവർ. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും എന്നാണ് എനിക്കെപ്പോഴും തോന്നുന്നത്. ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021, ഇപ്പോൾ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടിനെയും കണക്കെടുത്താൽ 13% മുസ്ലിം വോട്ട് കൂടി 73% മുസ്ലിം വോട്ടും മമതാ ബാനർജിയുടെ പാർട്ടിക്കാണ് കിട്ടിയത്. അതിനകത്തൊന്നും ആ ബേസ് അളയിപ്പോന്നും പ്രശ്നമില്ല. കാരണം അത്രയും കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സേന വന്ന് പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടെ റെയ്ഡ് നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഇറങ്ങി മുന്നിൽ നിൽക്കുക എന്ന് വെച്ചാൽ ആളുകൾക്ക് കൊടുക്കുന്നൊരു ആവേശമുണ്ട്. ഇവർ കൊള്ളാം, ഇവർ ഫൈറ്റ് ചെയ്യും, അവർ ചാകുന്നവരെ ഫൈറ്റ് ചെയ്യും, അവർ കോംപ്രമൈസ് ചെയ്യാത്തവരാണ് എന്ന സംഗതിയുണ്ടല്ലോ. അതുകൊണ്ട് ആ ഏരിയയും പിന്നെ സ്ത്രീ വോട്ടുകളുടെ കാര്യവും അവർ ആ കാര്യത്തിൽ സെറ്റ് ചെയ്ത് അവർക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ഇത്തവണയും അവരുടെ ഒരു ഓപ്പറേഷൻ പാളിയെന്ന് എനിക്ക് തോന്നുന്നു. BJP കുറച്ചൊക്കെ നമ്പർ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ഹെയ്റ്റ് ഫ്ലഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ FCRI കൊണ്ടിരുന്നതിനകത്ത് പോലും പശ്ചിമ ബംഗാൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അവിടെ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളും മഠങ്ങളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും സ്കൂളുകളും ചാരിറ്റി ഓർഗനൈസേഷൻസൊക്കെ പുറത്തുനിന്നുള്ള പൈസ കൊണ്ടുവന്ന് വൻതോതിൽ ഹിന്ദുക്കളെ മതം മാറ്റുകയാണെന്ന് പറഞ്ഞു. അവർ ഉദ്ദേശമാണ്. ഈ കേരളത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല FCRI കൊണ്ടുവരുന്നത് എന്ന കാര്യം ഓർക്കണം. കേരളത്തിലൊരു ബ്ലോക്ക് കിട്ടിയപ്പോഴും ഹോൾഡ് ചെയ്താണ് അവർ. മറ്റേത് അവരുടെ പ്രധാന ലക്ഷ്യമാണ് FCRI കൊണ്ടുവരികയാണ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇത് അത്ഭുതപ്പെടാനൊന്നുമില്ല. BJP എല്ലാ കാലത്തും മക്ക മസ്ജിദിലും മലേഗാവിലും സ്ഫോടനം നടത്തിയത് ആരാണ്? ഇപ്പോൾ നമുക്കറിയാം ആരാണ്. അന്ന് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? മുസ്ലിങ്ങൾ പൊട്ടിച്ചു എന്നുള്ളതാണ്. ഫോൾസ് ഫ്ലാഗ്. ഇപ്പോൾ കർണാടകയിൽ നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷമോ ഈ വർഷം ആദ്യമാണെന്നറിയില്ല, ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കി. പ്രധാന അധ്യാപകനാണ് ഉത്തരവാദി. അദ്ദേഹത്തെ സ്ഥലം മാറ്റണം, അദ്ദേഹത്തെ പുറത്താക്കണം, അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുത്വ സംഘടനകളോട് സമരം നടത്തി. ഫൈനലി കണ്ടുപിടിച്ചു ആരാണ് കലക്കിയത്. പ്രധാന അധ്യാപകൻ മുസ്ലിമായിരുന്നു. പക്ഷേ കലക്കിയത് ഈ മൊത്തം കുളം കലക്കണമെന്ന് ഉദ്ദേശിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വെള്ളത്തിലാണെന്ന് ഓർക്കണം. അപ്പം ആരെങ്കിലും കൂട്ടത്തിലുള്ള മനുഷ്യരെ കുരുതി കൊടുത്തിട്ടായാലും കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ചുമ്മാ നോക്കിയാൽ പറ്റില്ല. മുസ്ലിം പേരുകളിൽ അബ്ദുള്ള എന്നുള്ള പേരിലൊക്കെ ഒന്ന് ഹേറ്റ് ഇടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിം പേരുകളിൽ സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് എന്ന് പറയുക, മുസ്ലിം പേരുകളിൽ കലാപം ഉണ്ടാക്കുക, കലാപാഹ്വാനം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഫോടനങ്ങളും മറ്റും ഉണ്ടാക്കി മുസ്ലിം പേരുകാരെ അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെ എത്രയോ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്.